ഇത് ഉണ്ടായിരിക്കുന്ന അസാധാരണമായ സംഭവമാണ്. കാഷ്വാലിറ്റിയിലാണ് കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ. മാത്രമല്ല, ഇതിനെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണം വേണം. അന്വേഷണം തുടക്കത്തിൽ വേണം. 1 നിർമ്മാണത്തിൽ, 2 അതിൻ്റെ മെയിൻ്റനൻസിൽ, 3 പ്രതിരോധ പദ്ധതിയുണ്ടായ തടസ്സങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി സ്ഥലം സന്ദർശിക്കണം. ഞാൻ ഇന്നലെ രാത്രി ചില സ്വകാര്യ ആശുപത്രികളിൽ പോയി. അവിടുത്തെ ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് അവരോട് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടതാണ്. ഒരു ഗതിയുമില്ലാതെയാണ് ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ചികിത്സയ്ക്കായി അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഈ അപകടമുണ്ടായപ്പോൾ അവർ നിർബന്ധരായതാണ് മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ വേണ്ടി. അവരോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെലവുകൾ പൂർണ്ണമായും ജില്ലാ ഭരണകൂടം വഹിക്കണം എന്ന്. രണ്ടാമത്തെ കാര്യം, കാഷ്വാലിറ്റി. ഇത്രയും വലിയ സൗകര്യമുള്ള മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ സാധിക്കില്ല പറഞ്ഞാൽ അതിന് വലിയ നാണക്കേട് പറയുന്നുണ്ടോ? ബീച്ചിലാണ് ഇപ്പോൾ കാഷ്വാലിറ്റി ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ, ഇവിടെ തന്നെ താൽക്കാലികമായി എത്രയും പെട്ടെന്ന് പെർമനൻ്റായ കാഷ്വാലിറ്റി ആരംഭിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധിച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ക്യാമ്പസിൽ കാഷ്വാലിറ്റി പ്രോഗ്രാം ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഞങ്ങൾ നിരന്തരമായി കലക്ടറെയും പ്രിൻസിപ്പാളെയും ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയാണ്. അന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇന്നൊരു കന്മതിൽ പൊളിച്ചിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവിടെ പൂർണ്ണമായും മതിൽ കെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ NG യൂണിയൻകാരാണ് അതിനുവേണ്ടി പ്രഷർ ചെലുത്തിയ നിർബന്ധി ചെയ്യിച്ചിരുന്നത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. അപ്പോൾ പറഞ്ഞു അത് അപകടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ കണ്ടില്ലേ,